നമസ്കാരം. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ചില ആൾക്കാരുടെ ലീലാവിലാസങ്ങൾ നമ്മൾ അയവിറക്കും. അങ്ങനെ അയവിറക്കിയ കൂട്ടത്തിലാണ് ക്രൈം ഓൺലൈൻ ചാനലിന്റെ ശ്രീ നന്ദകുമാർ അവതരിപ്പിച്ച ഒരു വീഡിയോ കാണാനിടയായത്. ഇതാണ്ട് അങ്ങോട്ട് വെച്ച് തരാം, നിങ്ങളത് കണ്ടോ? നമ്മുടെ പിണറായി സപ്പോർട്ട് ഇല്ലാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? അവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ, നിന്റെ പാട്ടെന്നു പറയും. എന്നാ പിടിച്ചോ, മോത്തെറിയുന്ന പോലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാതിലും കൊട്ടിയടയ്ക്കും. നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും, നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് ഇത് സംസാരിക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്, ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ? ഒന്ന് കളിക്കാൻ പറ്റുമോന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് നിന്റെ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അവര് പോകുമ്പോ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഒന്ന് കളിക്കാൻ പറ്റുമോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? അല്ലെ കൈ പിടിച്ച് കളയാമോ? കേട്ടായിരുന്നോ? അല്ലെ കൈ പിടിച്ചൊന്ന് കളയാൻ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ ഫോൺ ചെയ്തിട്ട് ഈ മരമാക്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ, നിന്റെ കാലകത്തി വെക്കാനൊക്കെ പറ്റുമോ? ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ്? ഇപ്പം മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ എന്റെ കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല, അത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞ. എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു. കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഓഡിയോ സരിത നായരുടേതാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയനാണ് PC ജോർജിനെ കുടുക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന്. എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ എന്ന് മനസ്സിലാക്കുന്നത്. എത്ര വൃത്തികെട്ട രൂപത്തിലാണ് സരിത നായർ PC ജോർജിനെ കുറിച്ച് ഇല്ലാത്ത കെട്ടിച്ചമച്ച കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ തന്നെയല്ലേ പ്രതികാരം തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയോടും അതേപോലെ മറ്റു നേതാക്കന്മാരോടും കുറിച്ചും പിണറായി വിജയനും സരിതയും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ, എത്ര പരനാറിയാണ് പിണറായി വിജയൻ, എത്ര ഭീകരനാണ് പിണറായി വിജയൻ. ആ അധികാരം ഉപയോഗിച്ച് ഏതൊരാളെയും നശിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ. രാഷ്ട്രീയത്തിൽ എല്ലാവരും പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട്. ഇത്രയും കാലം എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിൽ അത് പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2015 അതെല്ലാം മറഞ്ഞു. പിണറായി വിജയൻ ഏത് വിധത്തിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പലതും കാട്ടിക്കൂട്ടാൻ തുടങ്ങി. അതിൽ അങ്ങനെയാണ് പിണറായി വിജയൻ സരിത എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ താഴെ വീഴ്ത്തിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിച്ചുകൊണ്ട് സരിത S നായരെ പിണറായി വിജയൻ രംഗത്തിറക്കി. അതിനെ സഹായിച്ചിട്ടുള്ളത് ഗണേശനായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ഗണേശൻ ഇപ്പോൾ പലതും സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു, വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്, സ്നേഹവുമുണ്ട്. പക്ഷെ അന്ന് 2015 അങ്ങനെ ആയിരുന്നില്ല. ഏത് വിധേനയെങ്കിലും ഉമ്മൻചാണ്ടിയെ താഴ്ത്തി ഇറക്കണം എന്നുള്ളതായിരുന്നു ഗണേശന്റെ ഉദ്ദേശം. അതിന് കാരണം സരിത നായരുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയ തല്ലായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്നത് യഥാർത്ഥ ഭർത്താവല്ല, ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനായിരുന്നു.
സ്വന്തം ഭാര്യയെ സരിതാ നായരും അതേപോലെ ബിജു രാധാകൃഷ്ണൻ കൂടിയാണ് കൊന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഒരു സാക്ഷി കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള ബിജു രാധാകൃഷ്ണൻ ഗണേശനെ വീട്ടിൽ തല്ലിയപ്പോൾ അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോകേണ്ടി വന്നു. ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് ഗണേശനെതിരെ പരസ്യമായ രംഗത്ത് വന്നു. അങ്ങനെയുള്ള സംഭവത്തിൽ ഗണേശനും സരിതയും അടുത്ത ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത്. സരിത എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. കാരണം ബിജു രാധാകൃഷ്ണനും കൂടി ചേർന്നുകൊണ്ട് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയെ കൊന്ന ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ സരിത മറുകണ്ഠം ചാടി ഗണേശനോടൊപ്പം. ഗണേശന് നിന്നൊരു കുട്ടി ജനിക്കുന്നു. അവസാനം ബിജു രാധാകൃഷ്ണൻ തല്ല് കൊള്ളുന്നു. ഈ സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന്റെ പേരിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗണേശനും അതോടൊപ്പം സരിതയും വിജയന്റെ ലീലാവിലാസങ്ങൾ അഥവാ കഴിഞ്ഞ 8.5 വർഷം അധികാരത്തിൽ ഊന്നിപ്പിടിക്കാന് അദ്ദേഹം ഉപയോഗിച്ച തന്ത്രങ്ങൾ ഒക്കെ നമ്മൾ ജനത മനസ്സിലാക്കണം. കാര്യം 1.5 വർഷം കഴിഞ്ഞാൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരും. 7-8 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ വരും. അതിലൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിന്റെ ഒരുപാട് ഇരട്ടി ഇനിയും അനുഭവിക്കേണ്ടി വരും. ഇതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് വേണേൽ മുമ്പോട്ട് കേട്ടാൽ മതി. ഇതിൽ ആ സ്ത്രീ സരിതാ നായർ എന്ന് പറയുന്ന സ്ത്രീ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് ഓൺലൈൻ ചാനലിനോട്, ക്രൈം ഓൺലൈൻ ചാനലിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതങ്ങോട്ട് പറഞ്ഞു എന്നും പറഞ്ഞല്ല, ഇത് ഞാൻ എൻ്റെ ചാനലിലോട്ട് പങ്കുവെച്ചു എന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ട് കയറി തൂറാൻ വരരുത്. അത് സഹാക്കളോടുകൂടി ചേർത്താണ് പറയുന്നത്. സഹാക്കൾക്കൊരു കുഴപ്പമുണ്ട്. അവരുടെ നേതാക്കന്മാർ കാണിക്കുന്ന സർവ്വ തെമ്മാടിത്തരങ്ങളും അവര് വായടച്ച് വെച്ച് കാണും, അനുഭവിക്കും. പക്ഷേ ഞങ്ങൾക്ക് ജനതയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു പട്ടി എന്റെ ശബ്ദം കേട്ട ഉടനെ വരും എന്റെ കാല് നക്കാന്. പട്ടി കാല് നക്കുന്നു വന്ന് എന്റെ ശബ്ദം കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്. ഈ നായ എന്റെ കാല് നക്കുന്നു. നായ പറഞ്ഞു ഞാൻ ഇനി ഒരു തൊഴി വെച്ചിരും കേട്ടോ. ഒരു തൊഴിക്കൊക്കെ ഇനി ഇല്ലാതാക്കി കളി. ചുമ്മാണ് മിണ്ടാൻ പറ്റത്തില്ല. ശബ്ദം പുറത്തോട്ട് വന്ന ഉടനെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്റെ കാലയിൽ വന്ന് നക്കാന്. നക്കത്തേ ഉള്ളു, കടിക്കത്തില്ല. കടിക്കാൻ പേടിയാ. കടിച്ചാൽ ഞാൻ അന്ന് ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഈ നായക്ക് ഇത്ര സോക്കേട്. മേലെ ആവർത്തിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഈ പിണറായി വിജയന്റെ ലീലാവിലാസങ്ങൾ കണ്ടിട്ട്, ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ അധികാരം കൈവശപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന വികൃതികൾ കണ്ടിട്ട് അയ്യേ നാണം തോന്നുന്നു. നാണമുള്ളവർക്കാണ് അത് തോന്നുന്നത്, ഇല്ലാത്തവർക്ക് അത് തോന്നത്തില്ല. സഹാക്കന്മാർക്ക് പിന്നെ എന്ത് വികൃതി കണ്ടു കഴിഞ്ഞാലും അത് അവർക്കൊരു ആടയാഭരണമായിട്ട് അവതരിക്കുമെന്നുള്ളത് കൊണ്ട് ഈ പാവം എന്റെ നെഞ്ചത്തോട്ട് കയറ്റി തൂറാൻ വരരുത്. എന്തായാലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിനോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക. കൂടുതൽ ഞെളിയാനും വരണ്ട. ഞങ്ങള് ഓൺലൈൻ ന്യൂസുകൾ ചെയ്യുന്ന ചില ആളുകളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളൊരു ശക്തിയായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ അയാള് ദിവ്യക്കെതിരെ എന്തോ പരാമർശം നടത്തിയതിന് ജാമ്യമില്ല കുറ്റപ്രകാരം കേസെടുത്തുവെന്നോ അയാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുമെന്നോ തൂക്കിക്കൊല്ലുമെന്നോ ഒക്കെ പറയുന്നത് കേട്ട്. ക്രൈം നന്ദകുമാർ സാറിനൊക്കെ പിന്നെ ഇത് ശീലമായതുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. നമ്മളിപ്പോ ആവക്കാരൻ, നമ്മുടെ നെഞ്ചത്തോട്ട് വരാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പൊ ശരി.